എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സമാധാനമില്ലാത്തതെന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് പക്ഷേ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സമാധാനം കിട്ടുന്നില്ല. നിങ്ങളുടെ ഏതെങ്കിലും അറിഞ്ഞോ അറിയാതെയുള്ള പ്രവർത്തനം മൂലമാണോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ കുറിച്ച് ആശങ്കയുണ്ട് ആ വ്യക്തിക്ക്. നിങ്ങളെന്ത് നിലപാടെടുക്കുമെന്നും നിങ്ങളുടെ നിലപാട് എന്തായിരിക്കുമെന്നും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കടന്നു പോകുന്നത്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു വലിയ ഒരാശങ്ക ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. ആ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതിനെക്കുറിച്ചാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്രത്തോളം മനസ്സിൽ വിഷമമുണ്ടാകാനുള്ള പ്രധാന കാരണം നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ്. ആ വ്യക്തിക്ക് നിങ്ങളങ്ങനെ തകർന്ന് പോകുന്നതോ നിങ്ങൾക്ക് എന്തെങ്കിലും ദൂഷ്യം ഉണ്ടാകുന്നതോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളോടുള്ള സ്നേഹമാണ് അതിന് കാരണം. ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ സഹിച്ച് അല്ലെങ്കിൽ മുന്നേറിപ്പോകുന്നൊരു വ്യക്തിയാണത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ദുഃഖങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ ആ വ്യക്തി കരകയറിപ്പോകുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ ചില കാര്യങ്ങൾ തന്നെയാണ്. ആ വ്യക്തി എപ്പോഴും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളല്ലാതെ മറ്റൊരു പോംവഴിയോ അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയും ആ വ്യക്തിക്കില്ല. നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളെ സ്വീകരിച്ചൊരു വ്യക്തിയാണ്. ഇടയ്ക്ക് വെച്ച് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടായപ്പോൾ പലപ്പോഴും ആ വ്യക്തിയോട് നിങ്ങൾ പരിധി വിട്ട ചില സംസാരങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ആ വ്യക്തിയോട് നിങ്ങൾ പറയാൻ പാടില്ലാത്തത് പറഞ്ഞിരുന്നു. ആ വ്യക്തി നിങ്ങൾക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. രണ്ടുപേരും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പരസ്പരം ഉണ്ടായിരുന്ന ഇഷ്ടം, സ്നേഹം എന്നിവയൊക്കെ വഴക്കിനും സംഘർഷത്തിനൊക്കെ വഴിമാറിപ്പോയിട്ടുണ്ട്. നിങ്ങളും ആ വ്യക്തിയും പരസ്പരം സ്നേഹിച്ചിട്ടും ഒരുമിച്ച് ഒരു സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞില്ല. പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പ്രതിസന്ധികൾ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിരുന്നു. പ്രതിസന്ധികൾ നിങ്ങളെ പ്രശ്നത്തിലാക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. ആ വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നില്ല, ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ദുഃഖങ്ങൾ ഒക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു. ആ വ്യക്തിക്ക് എന്തുകൊണ്ട് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നില്ല, ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളോട് എപ്പോഴും വഴക്കടിക്കുന്നു, ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളോട് എപ്പോഴും കയർത്ത് സംസാരിക്കുന്നു എന്നിങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ആ വ്യക്തിക്ക് നിങ്ങളോട് ഒട്ടും സ്നേഹമില്ല എന്നാണ് നിങ്ങൾ കരുതിയിരുന്നത്. കാരണം സ്നേഹമുള്ള ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല, സ്നേഹമുള്ള ഒരു വ്യക്തിയും എന്നോടിങ്ങനെ പെരുമാറുമായിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നോ? ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നുകൊണ്ട് നിങ്ങളെ ഇത്രത്തോളം ശകാരിക്കാനും നിങ്ങളെ ഇത്രത്തോളം വഴക്ക് പറയാൻ ആ വ്യക്തിക്ക് കഴിയുമായിരുന്നോ? നല്ല ബന്ധത്തിലിരിക്കുമ്പോഴും ആ വ്യക്തി നിങ്ങളെ വിമർശിച്ചതും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങളോട് അടിച്ചേൽപ്പിച്ചതും ഒക്കെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊരു കാരണത്തിലേക്ക് നിങ്ങളെ നയിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളെ ഓർത്ത് അമിതമായി ദുഃഖിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുക്കുന്ന നിലപാടിനാൽ, നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് മാത്രം നിങ്ങളുടെ തകർച്ച കാണാനുള്ളൊരു മനസ്സില്ലാത്തത് മൂലം ഒരുപാട് വേദന അനുഭവിച്ചൊരു വ്യക്തിയാണ്. എന്തായിരുന്നു നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ കൂടെ
വിഷമം ആ വ്യക്തിക്കുണ്ടായത് എന്നുള്ളതിനൊറ്റ കാരണം നിങ്ങളെ ആ വ്യക്തിക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളെ പരിധിക്കപ്പുറം സ്നേഹിച്ചിരുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ തനിച്ചാക്കി പോകാനോ ഒരു സന്നിഗ്ധ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പിന്തുണ നൽകാതെ പോകാനോ കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾ ആ വ്യക്തിയേക്കാൾ കൂടുതൽ വിശ്വസിച്ചിരുന്ന പല ആളുകളും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ആ സപ്പോർട്ട് നൽകാതെ കടന്നു പോയപ്പോഴും ആ വ്യക്തി അങ്ങനെ കടന്നുപോയില്ല. ആ വ്യക്തി മനസ്സ് നിറഞ്ഞ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി മാറി. ഒരിക്കൽ പോലും ആ വ്യക്തിക്ക് മനസ്സിൽ നിങ്ങളെ കളയാൻ കഴിഞ്ഞില്ല. വാക്കുകൊണ്ട് ആ വ്യക്തി നിങ്ങളും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലായി രണ്ട് സംസാരങ്ങളുണ്ടായി. പക്ഷെ ഹൃദയം കൊണ്ട് നിങ്ങളെ തനിച്ചാക്കാനോ ഹൃദയം കൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കാനോ ഒന്നും ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല. ആ വ്യക്തി മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് എപ്പോഴും നിങ്ങളെ സ്നേഹിക്കാൻ മാത്രമേ ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ആ വ്യക്തി വേദനിക്കാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ദുരിതങ്ങളുണ്ടാകുമോ, മറ്റുള്ളവർ നിങ്ങളെ വഞ്ചിച്ച് നിങ്ങളെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലാക്കുമോ എന്നുള്ള വിഷമം കൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടോ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നതിലുള്ള അസൂയ കൊണ്ടോ ഒന്നുമല്ല. നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ച, നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. മനസ്സിലെപ്പോഴും നിങ്ങളെക്കുറിച്ച് ആശങ്ക ആ വ്യക്തിക്കുണ്ടായിരുന്നു. നിങ്ങളേതെങ്കിലും ചതിക്കുഴിയിൽ വീഴുമോ, നിങ്ങൾ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കുന്ന ആളുകളുടെ ചതി പ്രയോഗങ്ങൾ, നിങ്ങൾ വിശ്വസിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന ആളുകളുടെ പ്രതിസന്ധികൾ, ഇതെല്ലാം നിങ്ങൾക്ക് വിഷയമായിരുന്നു. നിങ്ങൾ മനസ്സിൽ നല്ലതെന്ന് കരുതുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ നിങ്ങളോട് കാണിച്ചത് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം. അത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരിക്കൽ പോലും നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന, നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഏത് സമയവും നിങ്ങൾക്ക് പിന്തുണ നൽകാൻ ആഗ്രഹിച്ച ഒരു മനസ്സുമായിട്ടാണ് ആ വ്യക്തി ജീവിച്ചിരുന്നത്. പല ആളുകളും ആദ്യമൊക്കെ നിങ്ങളോട് ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് ഈ വ്യക്തി മോശമാണ്, ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള വസ്തുത അതൊന്നും അല്ലായിരുന്നു. നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി സ്നേഹിച്ചൊരു വ്യക്തിയാണത്. എപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളെ ഓർത്ത് സമാധാനം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. നിങ്ങളെ മാനസികമായി അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തിക്ക് സമാധാനം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ടോ ഒന്നുമല്ല. നിങ്ങളെ എത്രത്തോളം ആഴത്തിൽ ആ വ്യക്തി സ്നേഹിച്ചിരുന്നുവോ അത്രത്തോളം നിങ്ങൾ പ്രതിസന്ധിയിലായപ്പോൾ ആ വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെട്ടിരുന്നു. ഇതാണ് ആ വ്യക്തിയുടെ മനസ്സ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.